നമ്മൾ നമ്മുടെ രണ്ടാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ചാപ്റ്റർ 2 ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ചാപ്റ്റർ 1ൻ്റെ തുടക്കത്തിൽ ഏതായിരുന്നു ചാപ്റ്റർ 1? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അതായിരുന്നു നമ്മുടെ ചാപ്റ്റർ 1. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഫിസിക്സിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിൽ പ്രധാനമായും ഡീൽ ചെയ്യുന്നത് സ്റ്റേഷനറി ചാർജുകളെ കുറിച്ചിട്ടാണ്. ആ ഇലക്ട്രോസ്റ്റാറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ആദ്യത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും. അതായത് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സ്റ്റേഷനറി ചാർജുകളെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്താണ് ഇലക്ട്രിക് ചാർജ്, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇവയൊക്കെ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. എന്തായിരുന്നു ഇലക്ട്രിക് ഫീൽഡ്? ഒരു ചാർജിന് ചുറ്റുമുള്ള ഒരു റീജിയൻ ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൽ തന്നെ ഒരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്തു ചെയ്യണം? നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ആ പോയിന്റിൽ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് ആ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിൽ സോഴ്സ് ചാർജ് കാരണം എത്രത്തോളം ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ച് എഫ് ആണ് ആ ഫോഴ്സ്, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? Q0 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Q0 എന്ന് പറയുന്നത് യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ്. ആ പോയിന്റ് എവിടെയായിരിക്കണം? ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിലായിരിക്കണം. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് F ഡിവൈഡഡ് ബൈ Q0 ആണ്. അതായത് E ഇസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ Q0. ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഒരു പോയിന്റിൽ വെക്കണമായിരുന്നു. ഫോഴ്സ് കണ്ടുപിടിക്കണമായിരുന്നു. ആ ഫോഴ്സിനെ Q0 കൊണ്ട് ഡിവൈഡ് ചെയ്യണമായിരുന്നു. ആ ഒരു ടോപ്പിക്കുമായി ബന്ധമുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിൽ വളരെ ചെറിയൊരു സാമ്യമുണ്ട്. നോക്കാം എന്താണെന്നുള്ളത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് from infinity to that point without acceleration against the electrostatic forces. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണണമെങ്കിൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റ് എടുക്കണം. അതേപോലെ തന്നെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട പോയിന്റ് എവിടെ തന്നെയാണ്? ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? എങ്ങനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക? ആ പോയിന്റിലേക്ക് നമ്മൾ ആര് കൊണ്ടുവരണം? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരണം. എവിടെ നിന്ന് കൊണ്ടുവരണം? ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? വിത്തൗട്ട് ആക്സലറേഷൻ. അതായത് പ്രത്യേകിച്ച് ആക്സലറേഷൻ ഒന്നും ഇല്ലാതെ, അതായത് വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നും ഇല്ലാതെ ആ പോയിന്റിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡൺ ആണ് ആ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമുക്കൊന്നും കൂടി വ്യക്തമായി നോക്കാം. Q എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു സോഴ്സ് ചാർജ് ആണെന്ന് വിചാരിക്കാം. അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. Q എന്ന് പറയുന്ന സോഴ്സ് ചാർജ് കാരണം അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലെ തന്നെ ഒരു പോയിൻ്റാണ് P. ഇനി P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? P എന്ന് പറയുന്ന പോയിന്റിൽ Q0 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെക്കണമായിരുന്നു. അവർ തമ്മിലുള്ള ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. F ആണ് ഫോഴ്സ് എങ്കിൽ F ഡിവൈഡഡ് ബൈ Q0 ആയിരുന്നു ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. പക്ഷേ അതേ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ പഴയ പോലെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ തന്നെയാണ്. എവിടെ നിന്ന് കൊണ്ടുവരണം? നമുക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരണം. വളരെ ദൂരെ നിന്ന് കൊണ്ടുവരണം. എങ്ങോട്ട് കൊണ്ടുവരണം? അതേ പോയിന്റിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? അതിനുള്ള ആൻസറാണ് ഏറ്റവും അവസാനത്തെ ഭാഗം, എഗെയിൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. അതായത് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഒരു പോസിറ്റീവ് സോഴ്സ് ചാർജ് ആണെന്ന് വിചാരിക്കാം.
നമ്മൾ കൊണ്ടുവരുന്നത് ആരെയാണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെയാണ്. അതായത് മാഗ്നിറ്റ്യൂഡ് 1 ഉള്ളതും അതിൻ്റെ സൈൻ പ്ലസ് ആയിട്ടുള്ളതുമായ ഒരു ചാർജിനെയാണ് കൊണ്ടുവരുന്നത്, യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരും തോറും എന്ത് സംഭവിക്കും? ഇവിടെയുള്ള സോഴ്സ് ചാർജും നമ്മൾ കൊണ്ടുവരുന്ന ആ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് തമ്മിൽ ഒരു റിപ്പൾഷൻ ഉണ്ടാകും. എന്തുകൊണ്ടാണ് റിപ്പൾഷൻ ഉണ്ടാകുന്നത്? നമ്മൾ എടുത്തിരിക്കുന്നത് ആരെയാണ്? ഒരു പോസിറ്റീവ് സോഴ്സ് ചാർജിനെയാണ്. കൊണ്ടുവരുന്നത് ആരെയാണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെയാണ്. രണ്ട് പോസിറ്റീവ് ചാർജുകളും തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു റിപ്പൾഷൻ ഉണ്ടായിരിക്കും. ആ റിപ്പൾഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇനി എന്താണ് ഈ വിത്തൗട്ട് ആക്സലറേഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്? നമ്മൾ ഒരു ഉദാഹരണമായി പറയുകയാണ്. നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ചാർജിനെ കൊണ്ടുവന്നിരുന്നത് ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണെന്ന് വിചാരിക്കുന്നു. വെറും ഒരു എക്സാമ്പിൾ മാത്രമാണ്. 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു ഈ ഒരു Q0 എന്ന് പറയുന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാൻ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന വെലോസിറ്റി. അത് പി എന്ന് പറയുന്ന പോയിന്റ് എത്തുന്നത് വരെ 20 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കണം. പക്ഷേ ഈ ഒരു സോഴ്സ് ചാർജിൻ്റെ പോസിറ്റീവായിട്ടുള്ള സോഴ്സ് ചാർജിൻ്റെ അടുത്തേക്ക് വരുന്തോറും റിപ്പൾഷൻ ഉണ്ടാകും. അതിൻ്റെ വെലോസിറ്റി എന്ത് സംഭവിക്കും? കുറഞ്ഞു വരും. റിപ്പൾഷൻ ഉള്ളത് കൊണ്ട് വെലോസിറ്റി കുറഞ്ഞു വരും. അതായത് അവിടെ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകും, ആക്സലറേഷൻ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എന്തുണ്ടാകാൻ പാടില്ല? ആക്സലറേഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. വിത്തൗട്ട് ആക്സലറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൊണ്ടുവരുമ്പോൾ ആ ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായി, അതായത് റിപ്പൾഷനെ ഓവർകം ചെയ്താലാണ് നമുക്ക് എന്ത് സംഭവിക്കാൻ പറ്റുള്ളൂ? ആ ഒരു വെലോസിറ്റിയെ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വാല്യൂവിൽ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താനായിട്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്കാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വി എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്. വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q0 എന്ന് പറയുന്ന യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡൺ ആണ്, ഡിവൈഡഡ് ബൈ Q0. ഇത്രയുമാണ് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ എടുക്കുന്ന ആ ഒരു ചാർജ്, സോഴ്സ് ചാർജ് നെഗറ്റീവ് ആണെങ്കിലോ എന്ത് സംഭവിക്കും? ആ നെഗറ്റീവ് ചാർജ് കാരണം അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. പി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു, കൊണ്ടുവരുന്നത് ആരെ തന്നെയാണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെയാണ്. ഈ ഒരു പോയിന്റിൻ്റെ അടുത്തേക്ക് വരുംതോറും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് അവിടെ നിന്ന് എടുക്കുമ്പോൾ, ഇൻഫിനിറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഇനി അടുത്തേക്ക് വരുംതോറും, അതായത് പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ അടുത്തേക്ക് വരുംതോറും ആ പോസിറ്റീവ് ചാർജിനെ ഇവിടെയുള്ള സോഴ്സ് ചാർജ്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള സോഴ്സ് ചാർജ് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ചേഞ്ച് ചെയ്യാനായി നമ്മൾ സമ്മതിക്കരുത്. വെലോസിറ്റിയെ എപ്പോഴും ഒരു സ്റ്റഡി വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു അട്രാക്ഷനെ ഓവർകം ചെയ്യാനായി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. അതായത് എടുക്കുന്നത് ഒരു പോസിറ്റീവ് സോഴ്സ് ചാർജ് ആണെങ്കിലും എടുക്കുന്നത് ഒരു നെഗറ്റീവ് സോഴ്സ് ചാർജ് ആണെങ്കിലും ഒന്നില്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ഈ രണ്ട് ഫോഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? എഗെയിൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് വന്നത്. അതായത് വർക്ക് ചെയ്യേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസിന് എഗെയിൻസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നത്? ആ ഒരു ആക്സലറേഷൻ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ആയിട്ട്. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡഡ് ബൈ Q0. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ രണ്ട് പോയിന്റുകൾ. അതായത് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് പോയിന്റുകളാണ്. ഒന്ന്, ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും തന്നെയുള്ള, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. അതായത് നമുക്ക് സാധാരണഗതിയിൽ അറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ സാധാരണ 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് ഒരു പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിരിക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് വോൾട്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കാം. വി എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ആണ്. നമ്മളിപ്പോഴും വർക്ക് ഡണ്ണിനെ ജൂളിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ജൂൾ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ Q0 എന്ന് പറയുന്നത് എന്താണ്?
ചാർജാണ്. ചാർജിൻ്റെ SI യൂണിറ്റ് എന്താണ്? കൂളം. നിങ്ങൾക്ക് വേണമെങ്കിൽ വോൾട്ട് എടുക്കാം, അല്ലെങ്കിൽ ജൂൾ പെർ കൂളം എടുക്കാം. ഈ 2 യൂണിറ്റുകളും ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാം. ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് P എന്നതാണ് നമ്മുടെ പോയിന്റ്. ആ പോയിന്റ് എടുത്തിരിക്കുന്നത് Q എന്ന് പറയുന്ന സോഴ്സ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആ പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ആക്സലറേഷൻ കൂടാതെ കൊണ്ടുവരാനായി നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡൺ ആണ്. ഇക്വേഷൻ ഇങ്ങനെ വരും: V = W/Q0. അത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സാധാരണഗതിയിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. ആ യൂണിറ്റ് വോൾട്ട് ആണ്. അതുമല്ലെങ്കിൽ ഇക്വേഷൻ അനുസരിച്ച് വർക്കിൻ്റെ യൂണിറ്റ് ജൂളും ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജൂൾ പെർ കൂളം ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ വോൾട്ട് ഉപയോഗിക്കാം.